നിന്നോടെൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ നിങ്ങളുടെ അകത്ത് മദ്യത്തിൽ കൈവശന്നിട്ടുണ്ട്, നശിക്കാൻ തന്ന തരവ കടം വീടും ഇടാ കൂടി നിർത്തണം. നിർത്തോ? വെറുതെ പറയണോ? അല്ല, നിർത്തും. ദൈവമേ ഞാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വണ്ടിയെല്ലാം തിരിച്ചു വരും. വീട് ജപ്തിയാവില്ല. 35 ലക്ഷം രൂപയും കടം വീട്ടും. നീ ഇവിടെ വന്ന് ബൈബിൾ കൊണ്ടിരിക്കുമ്പോ എന്റെ കൺമുമ്പിൽ 2 കാര്യങ്ങൾ കണ്ടു. നിന്റെ വീട് നിറച്ച് അസമാധാനം കിടക്കുക. ഇന്ന് രാവിലത്തെ ആരാധനയിൽ ദൈവം ആ അസമാധാനം എടുത്തു കളയും. നിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വഴി നിങ്ങളുടെ വീട്ടിൽ. ബ്രദറെ, നിങ്ങളുടെ അകത്ത് മദ്യത്തിൽ കൈവശം നിന്നിട്ടുണ്ട്, നശിക്കാൻ തന്ന തരവ. നിങ്ങൾക്ക് ചില സമയത്ത് മരിക്കണമെന്ന് തോന്നും. സത്യം, നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ ജീവിക്കാൻ പോവാ. എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു? വണ്ടി ഉണ്ടായിരുന്നു, 3-4 ലോറി ഉണ്ടായിരുന്നു, എല്ലാം പോയി. ലോറി വിറ്റു, വണ്ടി വിറ്റു, എല്ലാം വിറ്റു. എന്നിട്ട് കടം തീർന്നോ? ഇല്ല, ഇനിയും കടമുണ്ട്. എത്ര ഉണ്ട്? 35 ലക്ഷം രൂപ. ഇനിയും വിൽക്കാനൊന്നുമില്ല, നിങ്ങളെ ഉള്ളൂ. പക്ഷെ ഞാൻ ദൂത് പറയുക, നീ കുടി നിർത്തിയാൽ നിന്റെ കടം ദൈവം വീട്ടും. മോളെ, ഞാൻ നിന്നോട് പ്രവചനമായിട്ട് പറയുക, കടം വീടും. ഇടാ, കുടി നിർത്തണം. നിർത്തോ? വെറുതെ പറയണോ? അല്ല, നിർത്തും. ഇന്ന് അവസാനിപ്പിക്കണം. ഇനിയും വേണ്ട, ഇനി തൊട്ടേക്കരുത്. മദ്യത്തിൽ അകത്ത് കൈവശം തന്നേക്കുക, നശിക്കാൻ തന്നേക്കുന്ന തരവ. ഈ സഹോദരി കരയാത്ത ഒറ്റ രാത്രിയില്ല. അവര് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, തമ്പുരാനെ എൻ്റെ വീട്ടിലൊരു സമാധാനം തരണേ എന്ന് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീടിന്ന് രാവിലെ സമാധാനമായിട്ട് വരാൻ തുടങ്ങുക. നിങ്ങളുടെ കുടുംബം ജപ്തിയായിട്ട് പോകത്തില്ല. ഒരത്ഭുതത്തിന്റെ കരം നിങ്ങളുടെ കൂടാരത്തിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങുക. ഇവിടെ പേരെന്തുവാ? അൻസോ മറിയം. ഇവള് ദൈവത്തിന്റെ ആളാവും. ഇവളെ ദൈവം തന്ന, സത്യല്ലേ? അവള് ദൈവത്തിന്റെ ദാനമാ. ഇവള് മെഡിക്കൽ പരമായ ഒരു കോഴ്സ് പഠിക്കും. അതിനുള്ള കാശൊന്നും നിങ്ങൾക്കില്ല, അതെല്ലാം ദൈവം ഒരുക്കി തരും. ഇവളൊരു രാജ്യം കടന്ന് യാത്ര ചെയ്യും. ഇവിടെ തലമേൽ ദൈവം ഒരു ജ്ഞാനം കൊടുക്കും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് ഒന്ന് മുട്ടുകുത്തില്ലേ? മുട്ടുകുത്തിയേ മോളെ, നീ ഇവിടെ മുട്ടുകുത്തിയേ. നമ്മളിനി കുടിക്കില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. ബ്രദറെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വണ്ടിയെല്ലാം തിരിച്ചു വരും. വീട് ജപ്തിയാവില്ല. 35 ലക്ഷം രൂപയും കടം വീട്ടും. കടം വീട്ടിട്ട് നമ്മുടെ പുതിയ ചർച്ചിൽ കയറി ഇന്ന് സാക്ഷ്യം പറയും. മദ്യപാനത്തിന്റെ സകല കടുങ്കെട്ടുകളും ഇവരുടെ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ മഹത്വമുള്ള ശക്തിക്ക്, യേശുവിന്റെ സാന്നിധ്യത്തിന് സ്തോത്രം. ഇവർ അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, എന്നോട് കർത്താവ് പറയുക, ഇവരുടെ നഷ്ടം കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ നടുവിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ അത്ഭുതങ്ങളും എല്ലാം ഈ രാവിലെ വെളിപ്പെട്ടു വരാൻ ദൈവം ഇടയാക്കുന്നതിന് സ്തോത്രം. ആഴമേറിയ അത്ഭുതങ്ങൾക്ക് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇനിയും മദ്യപിക്കരുത്, ദൈവത്തിന് വേണ്ടി ജീവിച്ചോണം. ആരാധനയ്ക്ക് വന്നേക്കണം. ഏത് പള്ളി പോകുന്ന ആളാ? കത്തോലിക്ക പള്ളി. പോയിരുന്നോ? രണ്ട് കരങ്ങളും എല്ലാ ദൈവമക്കളും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് എഴുന്നേൽക്കാൻ ആരോഗ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച്
കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഓ അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ഓ അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ ഹല്ലേലൂയാ, ആഹാ അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യദാതന വീരന ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജന മഷിക. അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യദാതന വീരന ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജന മഷിക. ആഹാ ഹല്ലേലൂയാ, ആ രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ സാന്നിധ്യം ഈ രാവിലെ ചലിക്കട്ടെ. പ്രതിസന്ധികൾ പൊട്ടട്ടെ, വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ. സകല